ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ സാംസങ് S21 FE, അതായത് സ്നാപ്ഡ്രാഗൺ 888 എഡിഷൻ്റെ ഒരു ഓവറോൾ ഒരു യൂസേജ് റിവ്യൂ ആണ്. നമുക്ക് കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച്. ഈ ഫോണിനെ കുറിച്ച് ഒന്ന് എന്താ പറയുക, ഒരു റിവ്യൂ ഇടാൻ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഇപ്പോൾ ഇതാണ് ഫോൺ. അതായത് ബ്ലാക്ക് കളർ എഡിഷൻ, എനിക്ക് ബ്ലാക്ക് ആണ് ഇഷ്ടമായത്. അപ്പോൾ ഞാൻ ഇതിൽ നമ്മൾ സ്പ്രീജൻ്റെ ഒരു കവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കവർ എടുത്തിട്ട് കാണിച്ചു തരാം. ഇത് ഡിസൈനും സംഭവമൊന്നും വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ. പണ്ടത്തെ നമ്മുടെ എക്സിനോസിൻ്റെ അതേ ഡിസൈൻ തന്നെയാണ്. വലിയ ഡിസൈൻ അല്ല, സ്പെസിഫിക്കേഷൻ എല്ലാം സെയിം തന്നെയാണ്. ജസ്റ്റ് നമ്മുടെ പ്രൊസസ്സർ മാറിയെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിന് ആക്ച്വലി വീണ് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ ഫ്രെയിമും സംഭവങ്ങളൊക്കെ അലുമിനിയം തന്നെയാണ്. നമ്മൾ ഓൾമോസ്റ്റ് ഉപയോഗിച്ച് തുടങ്ങി എനിക്ക് തോന്നുന്നു 6 മാസത്തിൻ്റെ താഴെ ആയിരുന്നുകൊണ്ട് ഇതന്നെ ഒരു നിലത്ത് വീണുണ്ടായിരുന്നു. ഞാൻ ആദ്യം കവർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് ശേഷം ഞാനിപ്പോൾ സ്പീജൻ്റെ കവർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്കൊരു നിലത്ത് വീണപ്പോൾ സ്ക്രീനും സംഭവത്തൊന്നും പറ്റിയില്ല. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ ഞാൻ കാണാൻ പറ്റുന്നത് നോക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഒരു ചെറിയ ചതവ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് അറിയില്ല. ഇവിടെയും ഒരു ഇങ്ങനെ തട്ടിയിട്ടാണ് വീണത്, നമ്മുടെ ഗ്രാനൈറ്റിലേക്കാണ് വീണത്. അപ്പോൾ ചെറിയൊരു ചതവ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രെയിം ആക്ച്വലി പറയുന്നത് എന്താ പറയുക, സ്റ്റീൽ ഫ്രെയിമാണ്, മെറ്റൽ ഫ്രെയിമാണ് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ല ഇത് തരുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ബാക്കിൽ എനിക്ക് തോന്നുന്നത് നല്ലത്, കുറച്ചുകൂടി നല്ലത് ഒരു എന്താ പറയുക, ഒരു ഗ്ലാസ് ഫ്രെയിം കൊടുക്കായിരുന്നു. അല്ലെങ്കിൽ ഗ്ലാസ് ഫ്രെയിം അല്ല, ഗ്ലാസ് പാനൽ കൊടുക്കായിരുന്നു. എന്താ വെച്ചാൽ ഇത് ഭയങ്കരമായിട്ട് കോറുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒന്നും കോറിയിട്ടൊന്നുമില്ല. ഞാൻ എന്താ വെച്ചാൽ ഇതിപ്പോൾ ഫുൾ നമ്മൾ കേസിലിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കുമ്പോൾ അറിയാം സംഭവം സുഖമായിട്ട് ഈസി ആയിട്ട് കോറിട്ടെന്ന് വെച്ചാൽ പോളികാർബണേറ്റ്. പക്ഷേ ബിൽഡ് ക്വാളിറ്റിയും ലുക്ക് വൈസ് ഒക്കെ കൊള്ളാം. എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെടാത്തതെന്ന് വെച്ചാൽ ഒരു സാംസങ് ഇരിക്കുന്നത് ഭയങ്കര ഒരു മാഞ്ഞു പോയ പോലെയാണ്. അപ്പോൾ ഇത് കാണില്ല, സാംസങ് ആണെന്ന് അറിയില്ല, അങ്ങനെ കുഴപ്പമുണ്ട്. ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ആക്ച്വലി ഞാൻ നമ്മുടെ OnePlus ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ എനിക്ക് വലിയ റേറ്റ് എമൗണ്ട് കുറഞ്ഞിട്ടൊക്കെ കിട്ടി. എനിക്ക് തോന്നുന്നു 15നോ 12നോ സംതിങ് ആണ് ഞങ്ങൾക്ക് എക്സ്ചേഞ്ച് ഓഫർ കഴിഞ്ഞിട്ട് കിട്ടിയത്. അപ്പോൾ ആ പ്രൈസിന് എനിക്ക് നോക്കുമ്പോൾ വെറുത്താണ്. ഇപ്പോൾ ഓവറോൾ ഞാൻ ജസ്റ്റ് ഒരു നോർമൽ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള റിവ്യൂ പോലെ എന്നല്ല പറയാം. നമ്മൾ ഹോണസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് റിവ്യൂ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഓരോന്ന് എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ ഞാൻ നോട്ട് ചെയ്തിട്ടോ സംഭവമൊന്നുമില്ല, ജസ്റ്റ് നമ്മുടെ ഉപയോഗിച്ചാലുള്ള ഹോണസ്റ്റ് റിവ്യൂ പോലെ നമ്മൾ പറയുന്നത്. അപ്പോൾ അത് ഡിഫറൻസ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. നമ്മൾ എടുത്ത് പറയുന്നില്ല, എല്ലാം നോട്ട് ചെയ്തിട്ടൊന്നും പറയുന്നില്ല. നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിൽ വരുന്നത് അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഓൾമോസ്റ്റ് ഒരു 6 മന്തിൻ്റെ താഴെ ആയിരുന്നു നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ട്. 6 മാസം ആയിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ബാറ്ററി, നമുക്ക് ആദ്യം തന്നെ ബാറ്ററിയുടെ കാര്യം പറയാം, ബാക്കപ്പിൻ്റെ കാര്യം പറയാം. ബാക്കപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ആവറേജ് തന്നെ പറയാനുള്ളൂ. വൺ ഡേ ഒക്കെ നമുക്ക് മാക്സിമം കിട്ടുന്നുണ്ട്. കുറച്ച് ട്രെയിനിങ് കൂടുതലായിട്ട് എനിക്ക് തോന്നി. ഇപ്പോൾ റീസെൻ്റ്ലി എനിക്ക് നമ്മുടെ എന്താ പറയുക ആൻഡ്രോയിഡ് 14 കിട്ടിയിട്ടുണ്ടായിരുന്നു, അപ്ഡേറ്റ് സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാറ്ററി ബാക്കപ്പ് ഒരു ആവറേജ് തന്നെ പറയാനുള്ളൂ. 1 ഡേ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഭയങ്കര ഹെവി യൂസറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ദിവസം തന്നെ ചാർജ് ചെയ്യേണ്ടി വരും, അത് ഉറപ്പാണ്. പിന്നെ നിങ്ങൾക്ക് അറിയാം ഇത് 25 വാട്ട് വരെ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ്. 25 വാട്ട് എന്ന് പറയുമ്പോൾ തന്നെ എന്നാലും ഒരു 1 hour പ്ലസ് നമുക്ക് എന്തായാലും ഫുൾ ചാർജ് ആവാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്നത് 15 വാട്ടിനാണ്. അപ്പോൾ ഞാൻ ഒരു 25 വാട്ടിന് നമുക്ക് ഇതിൽ ബോക്സിൽ ചാർജറൊന്നും ഇല്ല. നമ്മൾ 15 വാട്ടിൻ്റെ ചാർജർ തന്നെ ഉപയോഗിക്കുന്നത്. 15 വാട്ട് തന്നെയല്ലേ സെപ്പറേറ്റ് നമ്മൾ വാങ്ങിച്ചോട്ടെ അതിൻ്റെ ചാർജർ. ഇതിൽ ബോക്സിൽ സംഭവത്തിലൊന്നും ഇല്ല, നിങ്ങൾക്ക് അറിയായിരിക്കും. 15 വാട്ടാണ് 25 വാട്ടാണ് 15 വാട്ട് തന്നെയാണ്. എൻ്റെ രണ്ട് അഡാപ്റ്റർ ഉണ്ട്. ഒരു നമ്മുടെ സാംസങ്ങിൻ്റെ ടാബിൻ്റെ ഉണ്ട്. അപ്പോൾ 15 വാട്ടിൻ്റെ ആയാലും 25 വാട്ടിൻ്റെ ആണെങ്കിലും നിങ്ങൾക്ക് എന്തായാലും 1 hour പ്ലസ് എന്തായാലും ചാർജ് എടുക്കട്ടെ. 15 വാട്ടിനാകുമ്പോൾ അതിനായിട്ട് കുറച്ചുകൂടി എടുക്കുമ്പോൾ അതാണ് കുഴപ്പമില്ല. നമുക്കിത് ഞാൻ ആക്ച്വലി സെക്കൻഡറി ഫോണായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് ആവശ്യമില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മുടെ സ്ക്രീനാണ്. സ്ക്രീനിൻ്റെ കാര്യം ഒന്നും പറയില്ല, ടോപ്പ് ഇടിയോട്ട് നമ്മുടെ കിഡിലൻ സ്ക്രീൻ തന്നെ പറയാം. 120 ഹെർട്സിൻ്റെ 6.4 ഇഞ്ചിൻ്റെ സ്ക്രീനാണ്, AMOLED സ്ക്രീനാണ്, നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല എന്താ പറയുക, ഹെവി ക്വാളിറ്റീസ് ആണെന്ന് തന്നെ പറയാം. ശരിക്കും ഒരു S23 സ്ക്രീനായിട്ടൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റും. ഇത് വാരിയബിൾ ആയിട്ടുള്ള എന്താ പറയുക, നമ്മുടെ സ്ക്രീൻ റേഷ്യോ അല്ല വരുന്നത്, FPS അല്ല വരുന്നത്, ഫിക്സഡ് റേറ്റ് ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പക്ഷേ എന്നാലും അത് കുഴപ്പമില്ലാത്ത ഈ എമൗണ്ടിന് എന്തായാലും അത് വെറുതെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്ക്രീനിൻ്റെ കാര്യത്തിൽ കംപ്ലൈൻറ്റോ സംഭവമൊന്നും പറയില്ല. നമുക്ക് പുറത്തും നല്ല വിസിബിൾ തന്നെയാണ്. അപ്പോൾ ഞാൻ പടം മാറിയിട്ടുണ്ട്, ഞാനത് നമ്മുടെ ചേഞ്ചബിൾ ആയിട്ടുള്ള വാൾപേപ്പർ ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ട് വിചാരിക്കുന്നു. അപ്പോൾ സ്ക്രീനിൻ്റെ കാര്യത്തിലും ഒന്നും പറയില്ല, ടോപ്പ് നോച്ച് തന്നെയാണ്. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് ഫിംഗർ പ്രിൻ്റ് ആണ്. അപ്പോൾ ഫിംഗർ പ്രിൻ്റ് ഞാൻ കാര്യം കാണിച്ചു തരാം. നല്ല ഫാസ്റ്റ് തന്നെയാണ്, കണ്ടോ, നല്ല ഫാസ്റ്റ് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ഒരു 95% വേണമെങ്കിൽ ആക്യുറസി കൊടുക്കാം. എന്താ ഞാൻ ഇവിടെ കൊടുത്തിട്ടു, ഇതാ ഉണ്ടോ. ഒരു സമയത്ത് പോലും പണ്ട് നമുക്ക് സാംസങ്ങിൻ്റെ ഈ നോർമൽ ഫോണുകൾ ഉണ്ടാകുന്നു, ചില സമയത്ത് തൊട്ട് ആവില്ല, അങ്ങനത്തെ ഇഷ്യൂസ് സംഭവമൊന്നും ഇല്ല കേട്ടോ. കണ്ടോ, ഫാസ്റ്റ് തന്നെയാണ്. അതിന് നമുക്ക് എന്തായാലും തംസപ്പ് തന്നെ കൊടുക്കാം.
ഈ സ്ക്രീനാണ് ഏറ്റവും എന്തോ ലുക്ക് വരുന്നുണ്ട് സ്ക്രീനിൻ്റെ. പിന്നെ എനിക്ക് ഇത് യൂണിഫോം അല്ല, നമുക്ക് S23 ഒക്കെ പറയുമ്പോൾ നമുക്ക് നമ്മുടെ സ്ക്രീനിൻ്റെ നമ്മുടെ എന്താ പറയുക താഴെ നമുക്ക് കണ്ടോ ഇത് ചെറുതായിട്ട് ഇവിടെ ഒരു ഇത് വരുന്നുണ്ട്, ബ്ലാക്ക് സ്ക്രീൻ വരുന്നുണ്ട്. ബ്ലാക്ക് സ്ക്രീൻ എന്ന് പറയാൻ പറ്റില്ല, ആ ഡിസ്പ്ലേയുടെ താഴെയായിട്ട് നമുക്ക് ചെറുതായിട്ട് വരുന്നുണ്ട്. അത് യൂണിഫോം അല്ല, ബാക്കിയുള്ള സ്ഥലത്തും സെയിം ആണ്. ഈ 3 സ്ഥലത്തും നമുക്ക് എല്ലാത്തും യൂണിഫോമാണ്, പക്ഷേ ഇവിടെ മാത്രം ചെറുതായിട്ടൊരു ബ്ലാക്ക് കളർ വരുന്നുണ്ട്. എനിക്കിപ്പോൾ ഈ കറക്റ്റ് പേര് ഇടുന്നില്ല, അതുകൊണ്ട് നമ്മൾ പറയാത്തേട്ടാ, കറക്റ്റ് വാക്ക് വരുന്നില്ല. അപ്പോൾ നമുക്ക് ബാറ്ററിയുടെ കാര്യം നമ്മൾ പറഞ്ഞു, ബാറ്ററിയുടെ കാര്യം പറഞ്ഞു, ഡിസ്പ്ലേയുടെ കാര്യം പറഞ്ഞു, ഫിംഗർ പ്രിൻറ്റിൻ്റെ കാര്യം പറഞ്ഞു കേട്ടോ. ഇനി നമുക്ക് പറയാനുള്ളത് നമ്മുടെ കോളിംഗ് ഫീച്ചർ, കോളിങ്ങിൻ്റെ ക്വാളിറ്റിനെ കുറിച്ചാണ്. കോളിംഗ് ക്വാളിറ്റി ഒക്കെ ടോപ്പ് നോച്ചാണ്, ഇഷ്യൂ സംഭവമൊന്നുമില്ല. 5G നമുക്ക് സുഖമായിട്ട് കിട്ടുന്നുണ്ട്, റേഞ്ച് ഇഷ്യൂ സംഭവമൊന്നുമില്ല. അപ്പോൾ അത് ഒന്നും പറയാനില്ല, നല്ല ക്വാളിറ്റി തന്നെയായിട്ട് സുഖമായിട്ട് കിട്ടുന്നുണ്ട്. ഞാൻ ആക്ച്വലി BSNL നോക്കിയിട്ടുണ്ടായിരുന്നു, ജിയോയിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. ജിയോ ഇപ്പോൾ ഭയങ്കര പരിതാപകരമാണ് കേട്ടോ, 5Gയുടെ പേര് മാത്രമേ ഉള്ളൂ, സ്പീഡ് സംഭവമൊന്നുമില്ല. പിന്നെ നമ്മൾ എയർടെൽ നോക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിന് കുഴപ്പമൊന്നുമില്ല. വൈഫൈയും നല്ല സ്പീഡായിട്ട് തന്നെ കിട്ടുന്നുണ്ട്, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്, 2 വൈഫൈ ഉപയോഗിക്കുന്നുണ്ട്, രണ്ടിലും സുഖമായിട്ട് സൂപ്പറായിട്ട് കിട്ടുന്നുണ്ട്, ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ നമുക്ക് ഇനി പറയാനുള്ളത് എന്താ, ക്യാമറ ആണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്താ വെച്ചാൽ ഈ റേറ്റിൽ നമുക്ക് ഈ ക്യാമറ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്. 12:8 ആണ് വരുന്നത്. കേൾക്കുമ്പോൾ വലിയ സുഖമായിട്ട് തോന്നുന്നില്ലെങ്കിലും നല്ല പ്രാക്ടിക്കൽ ക്യാമറ തന്നെ പറയാം. ഇത് ആക്ച്വലി ക്യാമറ കൊണ്ട് തന്നെയാണ് ഇത് ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ട് നിൽക്കുന്നത് എനിക്ക് തോന്നുന്നത്. എന്താ വെച്ചാൽ ഈ റേറ്റിന് ഈ ക്യാമറയും നമുക്ക് അടുത്ത് പിന്നെ ഒരു ഫീച്ചർ കൂടെ ഉണ്ട്, മെയിനായിട്ട് എടുത്ത് പറയേണ്ട ഫീച്ചറാണ്, നമുക്ക് എടുത്ത് പറയാം. ഈ ക്യാമറ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നു. നമുക്കിത് എന്താ പറയുക, ഇത് വീഡിയോയിലായിക്കോട്ടെ സെൽഫിയിലായിക്കോട്ടെ എല്ലാം ടോപ്പ് നോച്ച് എന്നൊക്കെ പറയാം. ഈ റേറ്റിൽ എന്തായാലും കിടില്ലെന്ന് തന്നെ പറയാം, ഒരു കമ്പാരിസൺ പറയാനില്ല. പിന്നെ നിങ്ങൾക്ക് സാംസങ്ങിൻ്റെ ക്യാമറ, അതായത് നിങ്ങൾക്ക് കുറച്ച് പേരെ കളറും സംഭവമൊക്കെ ബൂസ്റ്റിംഗ് ആയിരിക്കും. എനിക്കത് ആക്ച്വലി ഇഷ്ടമാണ്, അതല്ലാത്തവർക്ക് ചിലപ്പോൾ വലിയ ഇഷ്ടമായിട്ട് വരില്ല. പക്ഷേ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് ആക്ച്വലി വീഡിയോ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഫ്രണ്ട് ക്യാമറയിലേക്കും ബാക്ക് ക്യാമറയ്ക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യാം. അത് ശരിക്കും എന്താ പറയുക, വ്ളോഗിനൊക്കെ ഭയങ്കര സുഖമായിട്ടുള്ള സംഭവമാണ്. അതുപോലെ തന്നെ വീഡിയോ എടുക്കുന്ന ഇടയിൽ നമുക്ക് വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം. അങ്ങനെ കുറേ ഫീച്ചേഴ്സ് സംഭവമൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് അറിയാം One UI ഫീച്ചേഴ്സിൻ്റെ ഈ സംഭവത്തിൻ്റെ ഒന്നും കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇഷ്ടം പോലെ ഫീച്ചേഴ്സാണ്. പോരാത്തതിന് ഇപ്പോൾ Android 14 കുറേ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ക്യാമറയും ടോപ്പ് നോച്ച് തന്നെയാണ്. പിന്നെ നമ്മൾ എടുത്ത് പറയുന്നത് ഈ റേഞ്ചിൽ വരുന്നത് നമ്മുടെ IP68 റേറ്റിംഗ് ആണ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് IP68 റേറ്റിംഗ് എന്ന് പറയുന്നത്. പക്ഷേ IP68 റേറ്റിംഗ് ആണെന്നിട്ട് നിങ്ങൾ എന്താ പറയുക, സീ വാട്ടറിലൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ പണി കിട്ടൂല. എന്ന് വെച്ചാൽ പ്രഷറുണ്ട്. ഇവർ ആക്ച്വലി സീ വാട്ടറിനൊന്നും IP റേറ്റിംഗ്, അത് ആക്ച്വലി വെള്ളം കയറിയത് തന്നെ നമുക്ക് ആക്ച്വലി വാറണ്ടി തരില്ല. IP റേറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളിതിൽ വെള്ളം കയറിയിട്ട് ഡാമേജ് ആയി കഴിഞ്ഞാൽ അവർ വാറണ്ടി തരില്ല. ഒറ്റ കമ്പനിയും തരില്ല, ഇവരുടെ എല്ലാത്തിൻ്റെയും സൈറ്റിൽ മെൻഷൻഡ് ആണ് അതൊക്കെ. അപ്പോൾ അത് വിദ്യാർത്ഥികൾ നിങ്ങൾ കടലിലും സ്വിമ്മിംഗ് പൂളിലൊക്കെ എടുത്തുകൊണ്ടിട്ട് ഇടാൻ നിൽക്കണ്ട. നമുക്ക് എന്തെങ്കിലും കാരണവശാൽ വെള്ളം വന്ന് ഇപ്പോൾ മഴയത്തൊക്കെ കഴിഞ്ഞ് പെട്ട് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത്യാവശ്യം സെമിയാന്ന് എടുത്തുകൊണ്ട് പോയാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതിന് വാറണ്ടി കിട്ടില്ല. അത് ശ്രദ്ധിച്ചിട്ടാണ് എടുത്തുകൊണ്ട് പോയത്. അത് ഏത് ഫോൺ ആയിക്കോട്ടെ, ഐഫോൺ ആയിക്കോട്ടെ, ഏതായിക്കോട്ടെ, ഒന്നിനും നമുക്ക് IP68 ആണെന്നിട്ട് നമുക്ക് വെള്ളം കയറി കഴിഞ്ഞാൽ വാറണ്ടി കിട്ടില്ല കേട്ടോ. പക്ഷേ ഞാൻ ഇത് ഇടയ്ക്ക് കഴുകാറൊക്കെ ഉണ്ട്. നമുക്കെന്ന് വെച്ചാൽ എനിക്ക് IP68 റേറ്റിലുള്ള ഫോൺ ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ നമുക്കിത് കേസും സംഭവമൊക്കെ ഇടുമ്പോൾ നല്ല പൊടി കയറും. ഇപ്പം ഞാൻ ഐഫോണും കഴുകാറുണ്ട് ഇടയ്ക്കൊക്കെ ഇതേപോലെ തന്നെ. അപ്പോൾ തുടച്ച് കഴിഞ്ഞാൽ പോവില്ല, ഇത് ഭയങ്കര പണിയാണ്. ഇപ്പോൾ ഈ പൊടി പിടിച്ച് കയറിക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ കേസിൻ്റെ ഉള്ളിലേക്ക് ഇട്ടുകഴിഞ്ഞാൽ കേസിൻ്റെ ഈ സൈഡിലും ഈ നമ്മുടെ ചാർജിങ്ങിൻ്റെ ഹോളിലൊക്കെ നമുക്ക് ഇങ്ങനെ പൊടിയും സംഭവമൊക്കെ കയറി ആകലമായിട്ടിരിക്കുന്നത്. അപ്പോൾ IP68 ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് വെള്ളത്തിൽ കഴുകാം, ടാപ്പിൽ കഴുകാം. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് കഴുകാണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ സംഭവത്തിലൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. പ്രത്യേകിച്ച് ഈ റേറ്റിൽ നമുക്ക് IP68 റേറ്റിംഗ് ഫോൺ വേറെ തരുന്നില്ല എന്ന് തോന്നുന്നു. മോട്ടോറോള ഏതോ ഫോൺ തരുന്നുണ്ട്, അത് മാത്രമേ ഉള്ളൂ, വേറെ ഒറ്റ ഫോണും തരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഫോണിന് ഇപ്പോൾ റേറ്റ് നോക്കുകയാണെങ്കിൽ 32 സംതിങ് ആണെന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ എനിക്ക് പറഞ്ഞല്ലോ, എനിക്കിത് ഭയങ്കര 15ൻ്റെ താഴെ സൂപ്പറായിട്ട് ഓഫേഴ്സും അതുപോലെ തന്നെ എന്താ പറയുക എക്സ്ചേഞ്ച് സംഭവമൊക്കെ ആയിട്ട് കിട്ടിയതാണ്. 11-12 കിട്ടിയതുകൊണ്ട് ടോട്ടലി വെറുത്തായിരുന്നു എനിക്ക് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. എനിക്ക് ആക്ച്വലി ആകെ ഇഷ്ടപ്പെടാത്ത ഇതിലെന്ന് പറയുന്നത് ബാറ്ററി ബാക്കപ്പും അതുപോലെ തന്നെ ഈ പ്ലാസ്റ്റിക് ബാക്കാണ്, പോളികാർബണേറ്റ് ബാക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എനിക്ക് ഗ്ലാസ് ബാക്കാണ് ഇഷ്ടം. എന്ന് വെച്ചാൽ കോറിൽ നമുക്കിപ്പോൾ അത്യാവശ്യം കുറച്ച് നേരത്തെങ്കിലും നമ്മളിപ്പോൾ കേസൊന്നും ഉപയോഗിക്കാൻ എടുത്താൽ തന്നെ നമുക്കിപ്പോൾ എവിടെയെങ്കിലും വെച്ച് പോയാൽ തന്നെ കോറൊന്നുമില്ല. ഈ സാധനം പെട്ടെന്ന് കോറിട്ടാം, അത് ഭയങ്കര ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ അത് നിങ്ങൾ കേസിട്ട് ഉപയോഗിക്കാൻ മറക്കണ്ട കേട്ടോ. പിന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന കളറ്, എനിക്ക് ബ്ലാക്കാണ് ഇഷ്ടം. ചിലവർക്ക് നേവി കളറൊക്കെ ഇഷ്ടമാണ്. പുതിയ എഡിഷനിൽ നേവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അതും കുറച്ച് പേർക്ക് ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് നേവി അങ്ങനെ ഇഷ്ടമായി തോന്നില്ല. എനിക്ക് ഈ ഗ്രേ ആണ് ഇഷ്ടപ്പെട്ടത്. പണ്ടത്തെ കളർ ഇതിലെല്ലാം ഉണ്ട്. പിന്നെ വൈറ്റ് എനിക്ക് അത്ര ഇഷ്ടമല്ല, പെട്ടെന്ന് കോറിലറിയും.
അപ്പോൾ ഇതാണ് നമ്മുടെ ഓവറോൾ ഒരു നമ്മുടെ യൂസേജ് അനുസരിച്ചുള്ള റിവ്യൂ. ഞാൻ എന്തായാലും റെക്കമെൻഡ് ആണ്, നിങ്ങൾക്ക് വാങ്ങിക്കാം. ഒരു 30,000 താഴെ കിട്ടുകയാണെങ്കിൽ കണ്ണും പൂട്ടി വാങ്ങിക്കാമെന്ന് വെച്ചാൽ അത്രയ്ക്കും വെറുത്താണ്. ആ കൊടുക്കുന്ന കാശിന് വെറുത്ത് തന്നെയാണ് ഫോൺ. ആകെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കോൺസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററിയാണ്. ബാറ്ററി ബാക്കപ്പ് ഒരു ആവറേജ് എന്നേ പറയാനുള്ളൂ. അത് മാത്രമാണ് എനിക്കൊരു കോണായിട്ട് തോന്നിയത്. ബാക്കിയൊന്നും വലിയ പ്രോബ്ലമായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ എല്ലാ മാസവും നമുക്ക് അപ്ഡേറ്റ് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്, അതൊരു സംഭവമാണ്. പിന്നെ നമുക്ക് അറിയാം സാംസങ് നമുക്ക് 4 ഇയർ അപ്ഡേറ്റും 5 ഇയർ സെക്യൂരിറ്റി അപ്ഡേറ്റും നമുക്ക് കിട്ടുന്നുണ്ട്, അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഓവറോൾ എല്ലാം കൊണ്ടും ഒരു സ്മൂത്താണ്. കണ്ടു ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടു, ഭയങ്കര സ്മൂത്താണ്. ഞാൻ അത്യാവശ്യം ഇതിൽ നമുക്ക് കുറേ സംഭവം ക്യാപ്പൊക്കെ നമ്മൾ തന്നെ നല്ല സ്മൂത്താണ്, ആ ഇഷ്യൂവും സംഭവങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഓൾവേസ് ഷട്ടർ ഇപ്പോൾ ചില സമയത്തൊക്കെ ഷട്ടർ വരാറുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ചെറിയൊരു ലാഗ് വരാറുണ്ട്, പക്ഷെ അത് വലിയ നോട്ടീസബിൾ ഒന്നുമല്ല അത്രയ്ക്ക് അങ്ങോട്ട്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ നമ്മൾ ക്യാമറ എടുത്തു, ഇതിപ്പോൾ നമ്മളൊരു ഫോട്ടോ എടുത്തു, ഞാൻ ഇവിടേക്ക് പോയി കണ്ടു, ആ ഒരു ലോഡാവാൻ ഒരു സെക്കൻഡ് ഒക്കെ ഉണ്ടോ, അങ്ങനത്തെ ഒരു ഇടയ്ക്ക് അതുപോലെ തന്നെ ഒരു സംഭവം വരുന്നുണ്ട്. അതല്ലാണ്ട് വലിയ ലാഗൊന്നും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നോർമൽ യൂസിനൊന്നും ലാഗൊന്നും ഇല്ല. പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, ചെറുതായിട്ട് ചൂടാവുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ചും ഭയങ്കര ഹീറ്റൊന്നും ആവുന്നില്ല, വാമാവുന്നുണ്ട്. ഹീറ്റ് എന്ന് പറയാനുള്ള പിടിക്കാൻ പറ്റാത്ത ഹീറ്റും സംഭവമൊന്നുമില്ല. നിങ്ങൾ ക്യാമറയൊക്കെ അത്യാവശ്യം കുറച്ച് നേരം ഉപയോഗിക്കുകയാണെങ്കിൽ അത്യാവശ്യം വാമാവുന്നുണ്ട്. അതുപോലെ തന്നെ ചാർജ് ചെയ്യുമ്പോഴും ചെറുതായിട്ട് വാമാവുന്നുണ്ട്. പക്ഷെ ഭയങ്കര ഹീറ്റൊന്നും ആവുന്നില്ല കേട്ടോ. കുറേ പേര് ഭയങ്കര ഹീറ്റാന്ന് ആവുന്നൊക്കെ പറഞ്ഞിട്ട് ചിലവർ കമൻറ്റൊക്കെ എടുക്കുന്നുണ്ട് നമ്മുടെ ആമസോണിലും ഇതിലൊക്കെ. അപ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നും എനിക്ക് ഫേസ് ചെയ്തിട്ടില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ആൻഡ്രോയിഡ് 14 ശേഷം കുറച്ചും കൂടിയും ഇത് എന്താ പറയുക ട്യൂൺ ചെയ്തിട്ട് കറക്റ്റാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ എന്താ പറയുക ക്യാമറയുടെ സംഭവങ്ങൾ, വീഡിയോൻ്റെ സംഭവങ്ങൾ, സെൽഫി ആയിക്കോട്ടെ, എല്ലാം എനിക്ക് അത്യാവശ്യം നല്ലതാണ്. പിന്നെ ഇതിൻ്റെ LED ലൈറ്റ് നല്ല പവർഫുൾ ഉണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല പവർഫുൾ LED ലൈറ്റാണ്. നമ്മൾ ഇരുട്ടത്ത് പോലും അത്യാവശ്യം നല്ല എടുത്തു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഓവറോൾ നോക്കി കഴിഞ്ഞാൽ കൊടുക്കുന്ന കാശിന് നല്ലൊരു വാല്യൂ ഫോർ തരുന്ന ഒരു മിഡ് റേഞ്ച് എന്ന് പറയാൻ പറ്റില്ല, ഒരു എന്താ പറയുക ഫ്ലാഗ്ഷിപ്പ്, ഒരു കുട്ടിക്ക് ഫ്ലാഗ്ഷിപ്പ് ഫോൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ഇല്ല ഫ്ലാഗ്ഷിപ്പ് ഫോൺ ലൈറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് ഈ ഫോൺ കണ്ണും മൂട്ടി എടുക്കാം. ആകെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഈ പ്രൈസിന് ഇപ്പോൾ കിട്ടുന്ന AAA എന്ന് മാത്രമേ ഉള്ളൂ, അങ്ങനെ കുഴപ്പം മാത്രമേ ഉള്ളൂ. ഗെയിമിങ്ങിനൊന്നും ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല, പക്ഷേ ഗെയിമൊക്കെ കളിക്കാട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഗെയിമിംഗ് ഫോണായിട്ട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല, എന്ന് വെച്ചാൽ AAA അല്ലല്ലോ ഇപ്പോൾ. പക്ഷേ അതിനായിട്ടും ആ റേറ്റിൽ നമുക്ക് ഇഷ്ടം പോലെ ഇടിയോട്ട് ഗെയിമിംഗ് ഫോൺസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനത് റെക്കമെൻഡ് ചെയ്യില്ല. കളിക്കുകയൊക്കെ ചെയ്യാട്ടോ, കളിക്കാൻ പറ്റില്ല എന്നൊന്നുമില്ല, കളിക്കുകയൊക്കെ ചെയ്യാം. ഇതാണ് നമ്മുടെ ഒരു യൂസേജ് റിവ്യൂ. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് ചോദിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കണ്ടേ, കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ലിങ്ക് അല്ലെങ്കിൽ താഴെ കൊടുത്തിട്ട് ചെക്ക് കൊടുത്തൊക്കെ മറക്കണ്ട കേട്ടോ. അടുത്ത് കാണാം, ബൈ.